ടി.ജി. മോഹൻദാസിനെതിരെ UDF സർക്കാർ ചുമത്തിയത് ദുർബലമായ വകുപ്പുകളാണെന്ന് പരാതിക്കാരി സീന ഭാസ്കർ. ആഭ്യന്തര വകുപ്പ് നിയമത്തെ പ്രഹസനമാക്കി. ക്രിമിനൽ കുറ്റം ചെയ്തിട്ടും നിസാര വകുപ്പുകളാണ് ചുമത്തിയത്. ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നും സീന ഭാസ്കർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇത്രയും ക്രിമിനൽ വൽകൃത മാറ്റം ചെയ്തിട്ട് പരാതി കൊടുത്തു 11 ദിവസമായിട്ടും അതിന് യാതൊരു മറുപടിയും ലഭിച്ചില്ല. പല സ്ഥലത്തു നിന്നുള്ള പരാതിയെ തുടർന്ന് ഇത്രയും ഗൗരവമായ കുറ്റം ചെയ്ത മോഹൻദാസിനെതിരെ വളരെ ഫീബിളായിട്ടുള്ള, അതായത് ദുർബലമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തു. ഇത് നിയമത്തെ പ്രഹസനമാക്കുന്ന കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് ജനങ്ങളോട് മറുപടി പറയണം. നിയമം കൃത്യമായിട്ട് അതിൻ്റെ തെളിവുകൾക്കനുസൃതമായി, കുറ്റകൃത്യത്തിൻ്റെ തെളിവുകൾക്കനുസൃതമായി അതിൻ്റെ കുറ്റത്തിൻ്റെ ഗൗരവം പരിഗണിച്ചാണ് നിയമപരമായി നടപടിയെടുക്കേണ്ടത്. ആ നടപടി ഇവിടെ ആഭ്യന്തര വകുപ്പ് എടുത്തിട്ടില്ല. അതേസമയം വിദ്വേഷ പരാമർശത്തിൽ അറസ്റ്റിലായ ടി.ജി. മോഹൻദാസിനെ പിന്തുണയ്ക്കാത്തതിൽ സൈബറിടങ്ങളിൽ BJP നേതാക്കൾക്ക് രൂക്ഷ വിമർശനം. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയാണ് വിമർശനം. ലെബി സഞ്ജിത്തും VS സഞ്ജിത്തും തത്സമയം ചേരുന്നു. ആദ്യം ലെബിയിലേക്ക്. ലെബി, എന്താണ് പോലീസിന് സംഭവിച്ച വീഴ്ചയെന്നുള്ളത് ഇന്നലെ കോടതിയുടെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നു. നോട്ടീസ് കൊടുത്തില്ല, SDP നേതാവിൻ്റെ പരാതി പരിഗണിച്ചു, ഈ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തടയലടക്കമുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ ഉപയോഗിച്ചില്ല. ഇതിൽ പരാതിക്കാരികളായ സ്ത്രീകളുടെ പരാതി പോലും പരിഗണിക്കാതെയാണ് ഈ കുറ്റപത്രം FIR തയ്യാറാക്കിയിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നലെ പ്രധാനമായിട്ടും വന്ന വീഴ്ചകൾ. ഈ സീന ഭാസ്കർ അടക്കം നിരവധി ആക്ടിവിസ്റ്റുകൾ ഈ ടി.ജി. മോഹൻദാസിനെതിരെ പരാതി കൊടുത്തിരുന്നു. അവരുടെ പരാതി പരിഗണിക്കാതെ SDP പരാതി പരിഗണിച്ചത് കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പ്രതിഭാഗത്തിന് പറയാൻ അവസരമൊരുക്കി. ഇതടക്കം വലിയ വീഴ്ചകളാണോ സീനയും ചൂണ്ടിക്കാട്ടുന്നത്? അതായത് ആഭ്യന്തര വകുപ്പ് അറിഞ്ഞുകൊണ്ട് തോറ്റുകൊടുക്കുകയായിരുന്നോ? അങ്ങനെയാണോ സീന പറയുന്നത്? ഡോക്ടർ അരുൺ, സീന ഭാസ്കറിന് വലിയ വിമർശനമാണ് ഈ വിഷയത്തിലുള്ളത്. അതായത് സീന ഭാസ്കറും ഒപ്പം തന്നെ ശ്രീജ നെയ്യാറ്റിൻകര, പ്രിയ VG, ബിജു വർമ്മ, ഇവർ 4 പേർ ചേർന്നാണ് ആഭ്യന്തരമന്ത്രിക്ക് കഴിഞ്ഞ മാസം 29-ന് നേരിൽ കണ്ട് ഈ പരാതി നൽകിയത് എന്ന് സീന പറയുന്നു. എന്നാൽ ഇതുവരെ അത് സംബന്ധിച്ചുള്ള ഒരു മറുപടിയും ആഭ്യന്തര മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള ആരോപണവും സീന പങ്കുവയ്ക്കുകയാണ്. അതുമാത്രമല്ല, ഇത്രയും ഗുരുതരമായ ഒരു കുറ്റകൃത്യം നടന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടൊരു പരാതി പറയുന്നു. എന്നാൽ ആ പരാതിയിൽ മറുപടി പറയുന്നില്ല. അത് മാത്രമല്ല, ഈ പരാതിയിൽ എന്തുകൊണ്ട് തങ്ങൾ നൽകിയ ഈ പരാതിയിൽ കേസെടുത്തിട്ടില്ല എന്നുള്ളതിന്റെ വിശദീകരണവും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആഭ്യന്തര മന്ത്രിക്കും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനും വലിയ വീഴ്ച പറ്റി എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് സീന ഭാസ്കർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ഇത്രത്തോളം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന, ഇത്രത്തോളം വിദ്വേഷ പരാമർശങ്ങൾ ഉൾപ്പെടുന്ന ഈ പ്രസ്താവനകളൊക്കെ നടത്തിയിട്ട് പോലും ഗുരുതരമായ വകുപ്പുകൾ ചേർത്തിട്ടില്ല എന്നുള്ളത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ് എന്നുള്ള പരാതിയും സീന പറയുന്നു. ഏതായാലും ഇവർ 4 പേരും നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോവുകയാണ്. ഇത് സംബന്ധിച്ചുള്ള എല്ലാ നിയമവഴികളും തുടർന്ന് അങ്ങോട്ടും സ്വീകരിക്കും എന്നാണ് സീന ഇപ്പോൾ പറയുന്നത്. ഡോക്ടർ അരുൺ.